ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ തരത്തിലുള്ള നടപടികൾക്ക് എതിരായിട്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. മണിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും, അതായത് ഏറ്റവും വില കൂടിയ പൊന്ന്, രണ്ടാമത്തെ വെള്ളി, മൂന്നാമത്തെ ചെമ്പ്, ഈ വിധത്തിലുള്ള 3 തരം നാണയങ്ങള്. ഇന്നത്തെ കണക്കിന് പറഞ്ഞാല് പൊന്നെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ നോട്ടാണെന്ന് ഇരിക്കട്ടെ, വെള്ളി എന്ന് പറയുന്നത് 100 രൂപയുടെ 50 രൂപയുടെ ഒക്കെ നോട്ടാണെന്ന് സങ്കല്പിക്കുക. ചെമ്പെന്ന് പറയുന്നത് 50 പൈസ 1 രൂപ ഇനത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ 1000 രൂപയും വേണ്ട, 100 രൂപയും 50 രൂപയും ഒന്നും വേണ്ട, ഇനി 50 പൈസ 1 രൂപ ഇനത്തിൽപ്പെട്ടതും വേണ്ട. ഇതൊന്നും കരുതേണ്ട കാര്യമില്ല. പൊക്കണം വേണ്ട, കിട്ടുന്നതെല്ലാം കൂടെ വലിച്ചു വാരിക്കൊണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി സഞ്ചിയുമായിട്ട് തെണ്ടികളെ പോലെ ഇറങ്ങേണ്ടതില്ല. മാത്രമല്ല 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതേണ്ടതില്ല. കാരണം ആ കാലത്തെ മിക്കവർക്കും 1 ഉടുപ്പേ കാണൂ. 2 ഉള്ളതെന്ന് പറയുന്ന അല്പം ലക്ഷറിയാണ്. യാത്ര പോകുമ്പോൾ ചിലര് 2ാമതൊരു ഉടുപ്പ് കൂടെ കരുതും. കാരണം തങ്ങൾ ദീർഘദിവസം യാത്ര ചെയ്യുമ്പോൾ വിയർത്ത് കുളിച്ചാകെ നാശമാകുമല്ലോ, അപ്പോളെ ഒന്ന് മാറാമെന്നുള്ള നിലയ്ക്കാണ്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് 2 ഉടുപ്പ് വേണ്ട, നിങ്ങൾക്ക് ഉടുപ്പ് ആവശ്യമാകുമ്പോൾ ഞാൻ തന്നോളാം, അതവിടെ ഉണ്ടാകും, നിങ്ങളെ അതോർത്ത് വിഷമിക്കേണ്ട. ചെരുപ്പ് വേണ്ട, അതായത് എക്സ്ട്രാ ചെരുപ്പ് കരുതണ്ട എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ ഒരു ചെരുപ്പ് പോലും ഇടണ്ട എന്നുള്ള അർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വടി കരുതണ്ട. വടി എന്ന് പറയുന്നത് തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ ക്ഷീണിക്കുമ്പോൾ കുത്തി നടക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതേക്കുറിച്ച് ഒന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ് കർത്താവ് പറയുന്നത്. അതിനൊക്കെ കാരണമായിട്ട് കർത്താവ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് യോഗ്യനല്ലോ. ഈ വാചകം എല്ലാ ദൈവദാസന്മാര് കാണാപ്പാഠം പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ദൈവവേലയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ, നിങ്ങളെ വേലയ്ക്ക് വിളിച്ചത് ദൈവമാണ് എങ്കിൽ വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലോ. ഞാനതേ മറ്റൊരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. നമ്മുടെ ഈ ദേശത്ത് ആരാണ് ഏറ്റവും വലിയ പണക്കാരനെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ റിലയൻസുകാരാണ് ഏറ്റവും വലിയ പണക്കാരെന്നാണ് കേട്ടിട്ടുള്ളത്. ആയിരിക്കാം. എന്നാലേ പണ്ട് തൊട്ടേ വലിയ പണക്കാര് ടാറ്റയും ബിർളയും ഒക്കെയാണ്. അതുകൊണ്ട് അവരുടെ പേരാ തൽക്കാലം ഞാൻ പറയാൻ പോകുന്നത്. ടാറ്റയാണ് നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് വിട്ടിരിക്കുന്നത്. ടാറ്റ പറയാണ്, നിങ്ങളെ ആലുവായി പൊയ്ക്കോ, അവിടെ ഇന്ന കെട്ടിടമുണ്ട്, അവിടെ പോയി താമസിച്ചോ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ പിന്നാലെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോയി താമസിക്കുകയാണ്. നിങ്ങളെ അയച്ചത് ടാറ്റയാണെങ്കിൽ, ടാറ്റ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നതെങ്കിൽ, ശമ്പളം കൊടുക്കുന്ന 1-ാം തീയതി ആകുമ്പോൾ ചെന്ന് ശമ്പളം മേടിച്ചാൽ മതി. അല്ലെ ശമ്പളം നിങ്ങളെ തേടി അങ്ങോട്ട് വന്നോളൂ. കാരണം ടാറ്റയ്ക്ക് കാശുണ്ട്. ടാറ്റയുടെ ജോലി ചെയ്യുന്നവന് അയ്യോ ടാറ്റ കാശ് തന്നില്ലേ എന്നും പറഞ്ഞ് വഴിനീളെ തെണ്ടി നടക്കാൻ ടാറ്റ ഒരിക്കലും നിങ്ങളെ അനുവദിക്കയില്ല. കാരണം അങ്ങനെ ടാറ്റയുടെ പണിക്കാരനെ കഞ്ഞിക്ക് വകയില്ലാതെ ടാറ്റ ശമ്പളം തന്നില്ലെന്നും പറഞ്ഞ് വഴിനീളെ നടക്കേണ്ട സ്ഥിതി വന്നാൽ അതിന്റെ നാണക്കേട് ടാറ്റയ്ക്കാണ്. ഒരിക്കലും ടാറ്റ ആ വിധത്തിൽ ഒരു നാണക്കേട് വരുവാൻ ഇടയാക്കുകയില്ല. പക്ഷെ അത് മനുഷ്യന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അവര് നിങ്ങളെ ഒരുപക്ഷെ മറന്നുപോയെന്ന് വരാം, അല്ലെങ്കിൽ ഇവനൊക്കെ ചുമ്മാ ഇരിക്കുന്നവൻ എന്തിനാ കാശ് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചെന്ന് വരാം. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ ജീവനുള്ള ദൈവം, സ്വർഗത്തിലെ ദൈവം, ഒരിക്കലും നിങ്ങളെ അങ്ങനെ വിട്ടുകളയുന്നവനല്ല, മറന്നു കളയുന്നവനല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നന്നായിട്ട് അറിയുന്നവൻ തന്നെയാണ്. അങ്ങനെയുള്ള കർത്താവാണ് നിങ്ങളെ വേലയ്ക്കായി അയച്ചതെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ പുലർത്താനും കഴിവുള്ളവനാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 10 കൊല്ലം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1996 മെയ് മാസത്തില് ഞാൻ പെരുമ്പാവൂരിനടുത്തുള്ളതായ കീഴിലും സഭയില് ശുശ്രൂഷയ്ക്കായി വന്നു. അവിടെ വന്നപ്പോൾ പലർക്കും ചെറിയൊരു മനപ്രയാസം ഉണ്ടായി. കാരണം സകുടുംബം ഞങ്ങൾ പാസ്റ്റേജിലാണ് താമസിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ പാസ്റ്റേജിൽ വന്ന് താമസിക്കുന്ന ഒരു പാസ്റ്ററുടെ കുടുംബത്തിന് ചെലവിന് കൊടുക്കേണ്ടത് ആ സഭയിലെ വിശ്വാസികളാണ്. എന്നാലേ വന്നും പോയി ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ കുടുംബം വേറെ പലയിടത്തുമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിലുള്ളവർ പട്ടിണിയാണോ എന്നൊന്നും സഭക്കാർ അന്വേഷിക്കേണ്ടതായി വരാറില്ല. എന്നാല് സഭയുടെ പാസ്റ്റേജിൽ താമസിക്കുന്ന പാസ്റ്ററും കുടുംബവും ആണെങ്കിൽ അവരെ പട്ടിണി കൂടാതെ പോറ്റേണ്ടത് സഭയിലെ വിശ്വാസികളുടെ ചുമതലയാണ്, കടമയാണ്. എന്നാലേ അന്ന് കീഴിലെ സഭയില് 6-7 കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അതിലെ സാമ്പത്തികമായിട്ട് അല്പമെങ്കിലും ഉണ്ടെന്ന് പറയാൻ 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരോ അതിൽ താഴെയോ ഉള്ളവരാണ്. തീർച്ചയായിട്ടും അവരെല്ലാം എത്ര ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പോലും എന്റെ കുടുംബത്തെ പോറ്റാൻ അവർക്ക് കഴിയുകയില്ല. കാരണം ഞാനും എന്റെ ഭാര്യയും എന്റെ അമ്മയും എന്റെ 5 മക്കളും, അങ്ങനെ മൊത്തം 8 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. മക്കളൊക്കെ പഠിക്കുകയാണ്, അതിനുവേണ്ടിയുള്ള ചെലവ് വേറെ. അമ്മയ്ക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ അസുഖം വരും, ആ വകയിലും ചെലവുണ്ടാകും. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു തുകയുണ്ടെങ്കിലേ ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകത്തുള്ളൂ.
എനിക്ക് വേറെ വരുമാനമില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, ഒന്നുമില്ലെന്ന് അവർക്കറിയാവുന്നതുമാണ്. അതുകൊണ്ട് അവരെ വനപ്രയാസപ്പെട്ടു. ഈ പാസ്റ്ററെ ഞങ്ങൾ എങ്ങനെയാണ് ചെലവിന് കൊടുക്കുക? ഇത്രയും വലിയൊരു കുടുംബത്തെ ഈ ചെറിയ സഭയിലേക്ക് അയച്ചത് ശരിയായില്ല, കേന്ദ്രം ഞങ്ങളോട് തെറ്റ് ചെയ്തു എന്നൊക്കെ ഒരു ഫീലിംഗും അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പരസ്യമായി തന്നെ എല്ലാവരോടുമായിട്ട് സഭായോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചു, ഞാൻ ദൈവദാസനാണ്, എന്നെ ഈ ശുശ്രൂഷയ്ക്കായി ഇവിടെ അയച്ചത് ദൈവമാണ്. ദൈവദാസനായ എനിക്ക്, അതായത് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ദൈവഹിതപ്രകാരം അവിടേക്ക് വന്നിരിക്കുന്ന എനിക്ക് ചെലവിന് തരേണ്ടത് ദൈവമാണ്, എന്റെ കുടുംബത്തെ പരിപാലിക്കേണ്ടത് ദൈവമാണ്. ഇനി ദൈവത്തിന് പരിപാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്നോളാം എന്ന് അവരോട് ഞാൻ തുറന്നു പറയുകയുണ്ടായി. പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കണമല്ലോ. ദൈവദാസന്മാരെ എങ്ങനെയാണ് ദൈവം പോറ്റുന്നത് എന്ന് നിങ്ങൾ അനുഭവത്തിൽ കാണേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം ഇതാ പ്രഖ്യാപിക്കുന്നു. ഈ സഭയിലെ നിങ്ങൾ തരുന്നതായ സ്തോത്ര കാഴ്ച ദശാംശം തുടങ്ങിയതൊക്കെയും സഭയുടെ ഒരു പൊതു ഫണ്ടിലേക്ക് നമ്മൾ നിക്ഷേപിക്കുന്നതാണ്. ഞാൻ അതിലൊരു പൈസ പോലും എടുക്കത്തില്ല. സഭയുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ സഭയിൽ ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ആ ചുറ്റുപാടുള്ള മറ്റേ ഏതെങ്കിലും ദൈവദാസന്മാർ ഏതെങ്കിലും ബുദ്ധിമുട്ടിലാകുമ്പോഴോ ഈ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് അവരെ സഹായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഫണ്ടിൽ ആ പണം കിടക്കട്ടെ. എങ്ങനെയായാലും ആ ഫണ്ടിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് അപ്പോഴപ്പോൾ ദൈവം തന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അവർക്കത് വിശ്വാസ്യമായി തോന്നിയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ പട്ടിണി കിടന്ന് ചത്തുപോകുന്നു പോലും ചിന്തിച്ചവരുണ്ട്. എന്നാൽ സഹോദരങ്ങളെ പറയട്ടെ, 5 കൊല്ലം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു. ആ കാലത്തെ എനിക്ക് അമേരിക്കക്കാരോ ഗൾഫുകാരോ അങ്ങനെ പണക്കാരോ ആരുമായിട്ട് ഒരു പരിചയവുമില്ലെന്ന് ഓർക്കണം. അല്ലാതെ ആരെങ്കിലും ഒക്കെ എനിക്ക് സപ്പോർട്ട് തരുന്നത് കൊണ്ട് ഞാൻ അവിടെ കഴിഞ്ഞു പോയതല്ല. ആരുടെയും പക്കൽ നിന്ന് ഒരു 100 രൂപ പോലും അന്ന് ക്രമമായി എനിക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതയും ഇല്ലായിരുന്നു. എങ്കിൽ ഈ വലിയ കുടുംബവുമായിട്ട് 5 വർഷം ആ ദേശത്ത് ഞാൻ താമസിച്ചു. കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഒരു നേരം പോലും ഞങ്ങൾ പട്ടിണി കിടക്കുവാൻ കർത്താവ് ഇടയാക്കി തീർത്തില്ല. വളരെ മാന്യമായിട്ട് തന്നെ ആ ദേശത്ത് ഞങ്ങളെ ദൈവം പരിപാലിച്ചു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 6ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.